ഗൈസ്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് ഹൈദരാബാദ് എഫ് സിയുടെ കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾ ഒരു പക്ഷേ കുറച്ച് പേരെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും ഹൈദരാബാദ് എഫ് സിയുടെ ഇപ്പോഴത്തെ ഒരു മോശം സിറ്റുവേഷനെ പറ്റി. അവർ ISL ഈ സീസണിൽ വളരെ ഒരു മോശം പ്രകടനമാണ് നടത്തുന്നത്. ഒറ്റ വിജയം പോലും നേടാനാകാതെ പോയിന്റ് ടേബിൾ അവസാനമാണ് നിൽക്കുന്നതെന്നൊക്കെയുള്ളത് അറിയാം. പക്ഷേ അതല്ലാതെയും കുറേ അധികം പ്രോബ്ലംസിലൂടെ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ഹൈദരാബാദ് എഫ് സി 2019 ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരുന്നത്. FC പൂനെ സിറ്റി എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് ഷട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫ്രാഞ്ചൈസി ആ സ്ലോട്ടിലാണ് ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് ഇപ്പം വരുൺ ത്രിപുരയുടെ നേതൃത്വത്തിൽ ആ ഒരു ടീം ഫോം ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നതും പിന്നീട് അവർ 2021-22 സീസണിലേക്ക് വരുന്ന സമയത്ത് ISL ട്രോഫി വരെ വിൻ ചെയ്യുന്ന ഒരു ടീമായി അവർക്ക് മാറാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് മനോല എന്ന് പറയുന്നൊരു ബെസ്റ്റ് കോച്ചിനെ അവർക്ക് കിട്ടി. അപ്പം കഴിഞ്ഞ സീസണിലും അവർക്ക് ഒരുപാട് അതായത് വിജയിച്ച് കഴിഞ്ഞ് തൊട്ടടുത്ത സീസൺ നോക്കിയാലും അവർക്ക് സാമ്പത്തിക പ്രതിസന്ധികളുണ്ടായിരുന്നു. പക്ഷേ മനോല എന്ന് പറയുന്നൊരു പരിശീലകൻ്റെ കീഴിൽ തന്നെ കളിച്ചതുകൊണ്ട് കഴിഞ്ഞ സീസണിൽ അവർക്ക് പോയിന്റ് ടേബിളിലൊക്കെ 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിലും മനോല ക്ലബ്ബ് വിട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. അവരുടെ പ്രധാനപ്പെട്ട ചില താരങ്ങളുമൊക്കെ പോയി. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലീഗിലൊരു മോശപ്പെട്ടൊരവസ്ഥയിലാണുള്ളത്. അതുമാത്രമല്ല, അവർ സാമ്പത്തികമായിട്ടും ഭയങ്കര പ്രതിസന്ധി നേരിടുന്നു. നേരത്തെ തന്നെ പല താരങ്ങൾക്കും സാലറി കൊടുക്കാത്തതിൻ്റെ പേരിലൊക്കെ ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ട്രാൻസ്ഫർ ബാനൊക്കെ അടക്കം മൾട്ടിപ്പിൾ ടൈംസ് ട്രാൻസ്ഫർ ബാനൊക്കെ നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുറത്തേക്ക് വരുന്നൊരു വാർത്ത വളരെ മോശപ്പെട്ടതാണ്. ഇപ്പം ഓൾറെഡി അവർ 3 വിദേശ താരങ്ങൾ അവരുടെ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്ത് അവർ പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് തന്നെ പേയ്മെൻറ്റിൻ്റെ ഒരു ഇഷ്യൂ തന്നെ. അതുപോലെ കോർണനെസ്റ്റ് എന്ന് പറയുന്ന അവരുടെ ആ ഒരു പരിശീലനം ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം ക്ലബ്ബ് വിട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായത് ക്ലബിന് മത്സരങ്ങൾ തോറ്റ് പുറത്താക്കിയത് ആകാം. ഈ പല റീസൺസ് പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. കാരണം നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റുകളായാലും ന്യൂസ് വരുന്നത് അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലല്ലോ. അതുപോലെ തന്നെ അവരുടെ പ്ലേയേഴ്സിന് മാത്രമല്ല, അവരുടെ ടീമിൽ വർക്ക് ചെയ്യുന്ന ഇപ്പം ഷെഫ്സിന്, അതുപോലെ മറ്റ് ചില സ്റ്റാഫ്സിന്, ഈവൻ ഡ്രൈവേഴ്സിന്, അങ്ങനെ അടക്കം ഒരുപാട് പേർക്ക് സാലറി കൊടുക്കാത്തൊരു ഇഷ്യൂ ഉണ്ട്. മാത്രമല്ല, അവർ ജംഷഡ്പൂർ FC മായിട്ടുള്ള മത്സരം കളിക്കാൻ പോയ സമയത്ത് ഹോട്ടൽ റമദയിൽ 3 ദിവസമോ മറ്റോ താമസിച്ച് 23 റൂംസോ മറ്റോ അതിൻ്റെ ബില്ല് സെറ്റിൽ ചെയ്തില്ലെന്ന് പറഞ്ഞ് ഈ ഹോട്ടൽ റമദ തന്നെ എന്തോ കേസ് ഫയൽ ചെയ്തതായിട്ടുള്ള വാർത്തകളുമൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ വളരെ ഒരു മോശമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് ഹൈദരാബാദ് FC സാമ്പത്തിക പ്രതിസന്ധിയുടെ അങ്ങേയറ്റത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് മറ്റൊരു വാർത്ത പുറത്തേക്ക് വന്നു വൈകിട്ടാണ്. അതായത് ഹൈദരാബാദ് FC ഒരു പുതിയ ഇൻവെസ്റ്റേഴ്സ്, മുമ്പ് ഞാനിത് കേട്ടിരുന്നു, അതായത് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റേഴ്സ് ഹൈദരാബാദിന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നു. അങ്ങനെയെങ്കിൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. അടുത്തൊരു സീസണിലേക്ക് വരുമ്പോൾ അവരുടെ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകും. ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ അവർ പരിഹരിക്കും എന്നുള്ള തരത്തിലേക്കാണ്. പക്ഷേ ഏത് ഗ്രൂപ്പ് എന്നുള്ള തരത്തിൽ ഇപ്പോഴും കാര്യങ്ങളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. ആരോ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ചിലപ്പോൾ ലുലു ഗ്രൂപ്പ്. എനിക്ക് തോന്നുന്നില്ല അവർ ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകുമെന്നുള്ള തരത്തിലൊക്കെ. മിഡിൽ ഈസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പാണെന്ന് വെച്ചിട്ട് അങ്ങനെ ചുമ്മാ വാർത്ത അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞതാവാം. ഞാൻ ജസ്റ്റ് കേട്ടത് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ഏതായാലും വെയിറ്റ് ആൻഡ് സീ എന്താണ് ഹൈദരാബാദ് FC നടക്കാൻ പോകുന്നത് എന്നുള്ളത്. ആ ഒരു പ്രതിസന്ധിക്ക് ഒടുവിൽ അവർക്കൊരു ഇൻവെസ്റ്റേഴ്സിന് കിട്ടി എന്നുള്ള തരത്തിൽ ഇപ്പം നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാധ്യമങ്ങളൊക്കെ അടക്കം അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നടക്കട്ടെ. കാരണം നമുക്കൊരു ക്ലബ്ബ് ഷട്ട് ഡൗൺ ചെയ്ത് പോകുന്നത്, പ്രത്യേകിച്ച് ഒരു ISL വിന്നിങ് ക്ലബ്ബ് പൂട്ടിപ്പോകുന്നതൊന്നും അത്ര നല്ല ഒരു കാര്യമല്ല, നല്ല രീതിയിലേക്കല്ല അത് നയിക്കുന്നത് എന്നൊക്കെ ഉള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പൽസറി കാണിക്കും. ഞാൻ ഷെൻസനി.